ഹലോ ഫ്രണ്ട്സ്, മാതൃ മച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ AK സംഭവം, ആദിക് രവിചന്ദ്രൻ ഫാൻ ബോയ് സംഭവം, നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി അങ്ങനെ റിലീസായിട്ടുണ്ട്. പടം നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങനെ ഇന്ത്യയിലൊക്കെ ഏകദേശം 9 മണി തൊട്ടാണ് ഷോ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ പുലർച്ചെ തന്നെ, അതായത് വെളുപ്പിന് തന്നെ ഷോസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പറയുന്നത്, നമ്മുടെ റിവ്യൂ ആണ് പറയുന്നത്. വെളിയിലൊക്കെ, അതായത് ജർമ്മനിയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ റെസ്പോൺസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹെവി റെസ്പോൺസ് ആണ് വന്നിരിക്കുന്നത്. റിയൽ ഫാൻ ബോയ് സംഭവം എന്നാണ് എല്ലാവരും പറയുന്നത്. എന്ന് വെച്ചാൽ അജിത്ത് ഫാൻസ് മാത്രമല്ല, വിജയ് ഫാൻസിന്റെ വരെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഞാനൊരു വിജയ് ഫാനാണ്, എന്നാൽ ഇതൊരു റിയൽ ഫാൻ ബോയ് സംഭവമാണ്, അജിത് കുമാറിന്റെ ഒരു 1 മാൻ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ് ഫാൻസ് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അറിയാം, അജിത്ത് വിജയ് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ഭയങ്കര ഒരു ഫാൻ ഫൈറ്റുകളൊക്കെ ഉള്ളതാണ്. എന്നാൽ ഒരു വിജയ് ഫാൻസ് വരെ ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് അത്ര ഒരു റെസ്പോൺസാണ് വെളിയിൽ വരെ പറയുന്നത്. പിന്നെ നമ്മുടെ ദളപതി വിജയുടെ 3-4 റെഫറൻസ് ഒക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും തിയേറ്റർ ബ്ലാസ്റ്റ് ആകാൻ ഇതൊക്കെ ധാരാളം. അപ്പോൾ എന്തായാലും പടം കേരളത്തിൽ ഇന്ന് ക്ലാഷാണ്. അതായത് നമ്മുടെ മമ്മൂക്കയുടെ, നസ്ലിൻ്റെയും ബേസിലിൻ്റെയും പടത്തിൻ്റെ കൂടെ ക്ലാഷാണ്. പടത്തിന് എന്തായാലും കേരളത്തിലും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തൂക്കി നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല റെക്കോർഡ് ഇടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ വലിയ ക്ലാഷ് ഇല്ല ഈ പടത്തിൻ്റെ കൂടെ. നമ്മുടെ അജിത്ത് തല ഫാൻസിന് എന്തായാലും ഒരു സെലിബ്രേഷൻ ആയിരിക്കും ഈ ഒരു ഗുഡ് ബാഡ് അഗ്ലി റിയൽ ഫാൻ ബോയ് സംഭവം എന്നാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റും, നമുക്കറിയാൻ സാധിക്കുന്ന റിപ്പോർട്ട്. AK ദ ടൈഗർ എന്ന് പറഞ്ഞൊരു റിലീക്സ് സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു റൊമാൻസ്, നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ തിയേറ്ററിൽ കേൾക്കുമ്പോൾ ആ ഒരു അനുഭവം, അതൊക്കെ ഫൈറ്റ് സീൻ ആയിരിക്കും എന്ന് തോന്നുന്നു നമ്മുടെ ഒരു ഇത് വെച്ചിട്ട്. എന്തായാലും നമ്മൾ തല അജിത്തിൻ്റെ ഒരു തിരിച്ചുവരവാണ്. നമുക്കറിയാം പുള്ളിയുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ വിടാമുയർച്ച ഉൾപ്പെടെ അത്ര ഒരു വിജയം ഉണ്ടാക്കിയില്ല. എന്നാൽ ഇതാണ് ഒരു കംബാക്ക് എന്ന് നമുക്ക് പറയാം. ദ റിയൽ കംബാക്ക്, ദ കിങ് എന്ന് നമുക്ക് പറയാം. കേരളത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ ഷോസിൻ്റെ ഒക്കെ റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നു. അപ്പോൾ എന്തായാലും പടം കൊടുത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. പിന്നെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. മ്യൂസിക് വിഷയമാണെന്നാണ് നമുക്ക് കേൾക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ അജിത് കുമാറിൻ്റെ ഒരു ടൈറ്റിൽ കാർഡ് നമുക്കറിയാം. ഇപ്പം വിജയ്, സൂര്യ ഇവർക്കൊക്കെ ഒരു പ്രത്യേക ടൈറ്റിൽ കാർഡുണ്ട്. അതുപോലെ നമ്മുടെ അജിത് കുമാറിനും ഒരു സ്പെഷ്യൽ ടൈറ്റിൽ കാർഡ് ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പിന്നെ പുള്ളിയുടെ ഇൻട്രോ ഒക്കെ വിഷയമാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും പടം ഹെവിയാണെന്നാണ് നമുക്ക് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്ത്യയിലെ റിപ്പോർട്ടോട്, അതായത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ റിപ്പോർട്ടോടെ വന്നിട്ട് നമുക്കൊരു വീഡിയോ കൂടെ ചെയ്യാം. അപ്പം എന്തായാലും ഒരു കൊലത്തൂക്ക് തന്നെ അജിത് കുമാർ സംഭവം, AK സംഭവം, റിയൽ ഫാൻ ബോയ് ആദിക് രവിചന്ദ്രൻ സംഭവം, ഗുഡ് ബാഡ് അഗ്ലി എന്തായാലും ഒരു തൂക്കി കപ്പടിക്കും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇവിടുത്തെ റിവ്യൂസിനും റിപ്പോർട്ട്സിനും ഒക്കെ വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ.